റിലേഷൻഷിപ്പിൽ ബൗണ്ടറി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സേഫ് സ്പേസ് ആണ്. സ്വന്തം സ്പേസിന് ടൈമിന് ഒക്കെ വാല്യൂ കൊടുക്കുന്ന ക്യാരക്ടർ ആകുമ്പോൾ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് പണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, നമ്മളുടെ മാനസികാരോഗ്യം കൈവിട്ടു പോകാതെ അതെങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ട്രെയിനിങ് എവിടെ നിന്നും കിട്ടുന്നില്ല. വെൽക്കം ഓൾ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെക്സ് എഡ്യൂക്കേഷൻ കേരള ഫൗണ്ടേഷനിൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അമൃതയാണ്. വെൽക്കം അമൃത. താങ്ക് യു. ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ശരിക്കും സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ? സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ ചൈൽഡ്ഹുഡ്, സെക്സ്, ജെൻഡർ, റിലേഷൻഷിപ്സ്, അയാളുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ, പേരന്റിങ്, ട്രോമ തുടങ്ങിയിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള സമസ്ത മേഖലകളെയും കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ പൊതുവിൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പം സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എവിടെയും കിട്ടുന്നില്ല. സ്കൂൾസിലോ കോളേജസിലോ ഒന്നും ഈ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്സിലൊന്നും ഒരു ട്രെയിനിങ് എവിടെയും കിട്ടുന്നില്ല. അപ്പം ഇതിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററിന്റെ കടമ. ഓക്കെ, അതിൽ അമൃത ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും ആണോ അതോ എങ്ങനെയെങ്കിലും ഒരു സ്പെഷ്യൽ അങ്ങനെ? ഞാൻ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഏരിയ ആണ്. ആളുകൾ സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരുടെ ബന്ധങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയ ഏരിയയിലാണ് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം. പഴയ സിനിമകളിൽ നമ്മൾ വില്ലൻ റോളിൽ പൊതുവെ കണ്ടിട്ടുള്ള ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ വാലിഡ് ആയിരുന്നു എന്ന രീതിയിലുള്ള 2-3 റീൽ ഇപ്പൊ ഞാൻ അടുത്ത് കണ്ടു. എനിക്ക് പൊതുവെ തോന്നിയൊരു കാര്യം, ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഇപ്പൊ റിലേഷൻഷിപ്പ്, ഫാമിലി, ഇങ്ങനെയുള്ള കുറെ ഡെഫിനിഷൻസിനെ അതിലൊരു റീഡിഫൈനിങ് അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ് നടക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് എനിക്ക് ആ വീഡിയോസ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ള വിഷയത്തിൽ നിൽക്കുമ്പോൾ എന്താണ് അമൃതയ്ക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ഉറപ്പായിട്ടും നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് പഴയ സിനിമകളിലെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്ന കാര്യം തന്നെയാണ് ക്ഷമ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സുകുമാരിയുടെ പഴയ ചില ഭാഗങ്ങളൊക്കെ സിനിമകളിൽ നിന്നിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തം സ്പേസിന് ടൈമിന് ഒക്കെ വാല്യൂ കൊടുക്കുന്ന ക്യാരക്ടർ ആകുമ്പോൾ ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് പണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത്, വില്ലത്തി ക്യാരക്ടറായിട്ട്. അതുപോലെ ഇപ്പം അഭിരാമി ചെയ്തിട്ടുള്ള ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമ, അതിലുള്ള അപ്പം ഒരു സ്വന്തം മാരിറ്റൽ റിലേഷൻഷിപ്പില് അവനവന് ഒരു സ്പേസ് വേണം എന്ന് പറയുമ്പോൾ അതൊരു മോശം കഥാപാത്രമായിട്ടാണ് അവർ ചിത്രീകരിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ കണ്ടു നോക്കുമ്പോൾ അതൊക്കെ ശരിയായിരുന്നു, ആ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്സിനെ നമ്മൾ റീഡിഫൈൻ ചെയ്തു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ ആണ് ഉറപ്പായിട്ടും. ഇപ്പോ നമ്മൾ കണ്ടിട്ടുള്ള പല മെയിൽ മാസ്കുലിനിറ്റി കാണിക്കുന്ന പല മെയിൽ കഥാപാത്രങ്ങളുടെയും പല ഭാഗങ്ങളും ഇന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നില്ല. അന്ന് നമ്മൾ കൈയടിച്ച ഭാഗങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഒരു പവർ ഇംബാലൻസ്, അതായത് ഒരു കുടുംബത്തിലെ ആവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ഒരു പവർ ഇംബാലൻസ് പണ്ടത്തെ, അത് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയോ ശരികേടുണ്ട് എന്നുള്ള റിയലൈസേഷൻ ഉണ്ട്. അല്ലെങ്കിൽ മുമ്പ് ഭർത്താവിന്റെ കാൽക്കീഴിലാണ് ഭാര്യയുടെ സ്വർഗം എന്ന് പറഞ്ഞ ഡയലോഗ് കേൾക്കുമ്പോൾ രോമാഞ്ചം വന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ അത് എന്തൊരു ബോറാണ്, ഇതിൽ തെറ്റുണ്ട്, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ ഒരു പവർ ഡൈനാമിക്സിൽ തന്നെ ഒരു നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ സിഗ്നൽ ആണ് ഉറപ്പായിട്ടും. ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായതിന്റെ കുറച്ച് റീസൺസ് ഞാൻ പറയാം. അതായത് പൊതുവിൽ സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ എല്ലാ ജെൻഡറിൽ പെട്ട ആളുകളും ഏകദേശം ഒരുപോലെ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. പണ്ട് ഇപ്പൊ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായി. അതായത് ഇപ്പൊ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ആൾക്കാര് അണുകുടുംബങ്ങളിലേക്ക് വന്നു. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോഴാണ് പൊതുവിൽ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ആളുകൾക്ക് തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്, കുറച്ചും കൂടെ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ മ്യൂച്വലായിട്ട് തുറന്ന് പറയാൻ പറ്റിയിട്ടുള്ളത്. മുമ്പ് അത്തരത്തിലുള്ള സ്പേസ് കുറവായിരുന്നു. അല്ലെങ്കിൽ ആ കൂട്ടുകുടുംബങ്ങളിൽ
ഒരാളായിരിക്കും അതിന്റെ ഒരു പവർ ഹോൾഡ് ചെയ്തിരുന്നത്. അയാൾ പറയുന്നത് ഫോളോ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് ആ. വേറൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ അവനവന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ കൂടുതലായിട്ടും സ്ത്രീകൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പൊ അത് അവർക്ക് സാധിക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയതിന്റെ ഭാഗമായിട്ടും അണുകുടുംബങ്ങളിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടും കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പുറത്ത് അതേപോലെ തന്നെ പുരുഷന്മാര് അവരുടെ ആ ഒരു മാസ്കുലിനിറ്റി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തിരുത്തിയിട്ടുണ്ട്. തിരുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇന്നത്തെ തലമുറയിലെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അന്ന് അധികാര പ്രയോഗങ്ങളായിരുന്നു മാസ്കുലിനിറ്റി എന്ന് അവരുടെ തന്നെ ഒരു ധാരണ, അധികാരം കാണിക്കുന്നിടത്താണ് പുരുഷത്വം അല്ലെങ്കിൽ പുരുഷൻ അംഗീകാരം കിട്ടുന്നത് എന്നുള്ളത് ഉണ്ടായിരുന്നു. സിനിമകളും അങ്ങനെ തന്നെയായിരുന്നു, നമ്മൾ അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പുരുഷന്മാരും ഇതേപോലെ അവനവന്റെ വൾണറബിലിറ്റീസ് പാർട്ട്ണറിന്റെ അടുത്താണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയ സ്പേസിലാണെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ കരയുന്നത് മോശം കാര്യമല്ല എന്നൊക്കെ സ്വയം ലേൺ ചെയ്യുകയും അത് അവനവന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു സൈനാണ്. അതുപോലെ സൊസൈറ്റി മൊത്തത്തിൽ ഒന്ന് എഡ്യൂക്കേറ്റ് ആവാൻ സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പവർ ഡൈനാമിക്സിൽ ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റിന്റെ കാരണം. ഓക്കെ. ഇപ്പൊ പൊതുവില് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഇത് ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇത്രയും കാലം ആൾക്കാർ ജീവിച്ചത്, എന്തിനാ ഇപ്പൊ റിലേഷൻഷിപ്പ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം? ഓക്കെ. അപ്പൊ നമ്മുടെ സ്കൂൾ സംവിധാനത്തില് കുട്ടികൾ വളർന്നു വരുന്നത് ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ഹാബിറ്റ്സ് വരെ, നല്ല ഹെൽത്ത് ഹാബിറ്റ്സ് വരെ ലേൺ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ കരിയർ സ്കിൽസ് എല്ലാം അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യാം, നമ്മുടെ മാനസികാരോഗ്യം കൈവിട്ടു പോകാതെ അതെങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ട്രെയിനിങ് എവിടെ നിന്നും കിട്ടുന്നില്ല. മാത്രമല്ല ഇപ്പൊ നമുക്ക് ബന്ധങ്ങളിലേക്ക് ആൾക്കാരെ ഇറങ്ങി ചെല്ലുന്നത് അതിപ്പോ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാവാം കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അവര് ആ കെയർ ടേക്കർ പേരൻസ് ആവാം, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള ബന്ധമാണ് ഇനീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ടീച്ചേഴ്സ്, അത് കഴിഞ്ഞാൽ ചിലപ്പം സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം. ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് നമ്മളുടെ ബന്ധങ്ങളുടെ ലിസ്റ്റ്. അപ്പൊ ഇവിടെ ഒന്നും നല്ല ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം, ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിക്കുള്ള ഒരു ട്രെയിനിങ് നമുക്ക് എവിടെയും കിട്ടുന്നില്ല. പലരും ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ലവ്, സെക്സ്, ഫാമിലി, റിലേഷൻഷിപ്പ് ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു ധാരണയില്ലാതെയാണ്. അപ്പൊ പല ആളുകളുടെയും ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള ടോക്സിക് ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. ഇത് റിലേഷൻഷിപ്സിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഒരു തരത്തിലും തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡാമേജുകൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോ നമുക്ക് നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്ന ടോക്സിക് ബിഹേവിയേഴ്സ് മനസ്സിലാക്കാൻ നമ്മുടെയും നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും മാനസികാരോഗ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സമൂഹത്തിനെ കുറച്ചും കൂടെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലസ് നമ്മളെ തന്നെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ സെറ്റ് ചെയ്യേണ്ട ബൗണ്ടറീസ് എങ്ങനെ വേണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിസ്കഷനിലും ഇപ്പൊ വളരെ പോപ്പുലറായി കേൾക്കുന്ന ഒരു സാധനമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്, ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്? ഇപ്പം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഒരു കുട്ടി ജനിച്ചു മുതൽ വളർന്നു വന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇതിലേതിലും ആവട്ടെ ഒരു കണക്ഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഇമോഷണൽ ആയിട്ടോ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ഒക്കെ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന വാക്ക് പോലെ തന്നെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു മറ്റൊരു വേർഡാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് റെഡ് ഫ്ലാഗ്സ്? അതുപോലെ ഈ റെഡ് ഫ്ലാഗ്സ് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നമുക്ക് ഈ റെഡ് ഫ്ലാഗ്സ് വെച്ചിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ
ടോക്സിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സയൻസ് ആണ്. അപ്പൊ നമുക്ക് ചില സിഗ്നലുകൾ കിട്ടിത്തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ദിസ് ഇസ് നോട്ട് ഹെൽത്തി എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അവരുടെ ഇമോഷന് വാല്യൂ കൊടുക്കാതിരിക്കുക, അവരുടെ എല്ലാ തരത്തിലുള്ള ഇമോഷനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യുന്ന കളയുന്ന പോലെ സംസാരിക്കുക, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യത്തിനെ വേറൊരു രീതിക്ക് വളച്ചൊടിച്ചിട്ട് നമുക്ക് ഗിൽട്ട് ഉണ്ടാക്കുന്ന രീതിക്ക് സംസാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കുക. പോർ കമ്മ്യൂണിക്കേഷൻ, ഒരു റിലേഷൻഷിപ്പിൽ നന്നായിട്ട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാതിരിക്കുക, ഏത് തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു വ്യക്തിനെ ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുക, പുച്ഛിക്കുക, ആ ആൾക്ക് ഒരു സെൽഫ് വർത്ത് അവർത്തി അല്ലാന്ന് തോന്നുന്ന രീതിക്ക് അയാളെ ഫീൽ ചെയ്യിക്കുക, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്സ് ആണ്. ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര അങ്ങേ അറ്റമാണ്. അപ്പം അത് ശരിക്കും ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ആക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ ചില ആളുകൾ അറിയുന്നുണ്ടാവില്ല അപ്പുറത്തുള്ള വ്യക്തിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ചിലര് എഫേർട്ട് എടുക്കും അത് ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ശ്രമം. പിന്നെ റിലേഷൻഷിപ്പിലെ മറ്റൊരു റെഡ് ഫ്ലാഗ് എഫേർട്ട് എടുക്കാതിരിക്കാം. കറക്റ്റ്. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പൊതുവെ ആളുകൾ നല്ല രീതിക്കുള്ള എഫേർട്ട് ഉണ്ടാക്കാറുണ്ട്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. പക്ഷെ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പല ആളുകളുടെ ഭാഗത്തു നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഫേർട്ട് കാണാറില്ല. അപ്പം അതും ഒരാൾ മാത്രം ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും സ്ട്രഗിൾ ചെയ്യുക, എഫേർട്ട് എടുക്കുക, മറ്റേയാൾ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അതിനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുക്കുന്ന രീതി, ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോന്നിനും ഓരോ ആക്ഷൻ ഉണ്ടെന്ന്. ചില ആക്ടുകൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളത് റിയലൈസ് ചെയ്യാൻ, കേൾക്കാനും മനസ്സിലാക്കാനും ഒരുമിച്ച് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും തയ്യാറാവുകയാണെങ്കിൽ അതൊരു നല്ല സൈനാണ്. നമുക്ക് ആ റിലേഷൻഷിപ്പിൽ എക്സിസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും, ആ ആള് മുന്നോട്ട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും. പിന്നെ ചില ക്യാരക്ടറിലെ ചില പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടി നമുക്ക് തെറാപ്പി പോലത്തെ കൗൺസിലിങ്ങോ തെറാപ്പിയോ പോലുള്ള കാര്യങ്ങളെ ഹെൽപ്പ് വേണ്ടവർക്ക് അതെടുക്കാം. ഇനി അതല്ല ഒട്ടും തിരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ചില വ്യക്തികൾ എന്തൊക്കെ തരത്തിലുള്ള എഫേർട്ട് ഉണ്ടെങ്കിലും തിരുത്തില്ല എന്നുള്ളത്, ചില തരത്തിലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള, അങ്ങേയറ്റം എക്സ്ട്രീംലി അബ്യൂസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ചിലപ്പോൾ ലീഗൽ സപ്പോർട്ടോടെ മാത്രമേ, നിയമപരമായ രീതിയിലൂടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉറപ്പായിട്ടും ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. നിയമത്തിന്റെ സപ്പോർട്ടോ മറ്റോ എടുക്കേണ്ട അവസരങ്ങളിൽ ഉറപ്പായിട്ടും ആ വഴിക്ക് നീങ്ങണം. ഇതിൽ ഫിസിക്കൽ അബ്യൂസ് വരുന്ന സമയത്ത് ആളുകൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനും ഒക്കെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖല തന്നെ ഉണ്ട്. അതാരും വാലിഡ് ആയി കാണാറില്ല. ഇമോഷണൽ അബ്യൂസിൽ ഉള്ള ഒരാള് അയാളുടെ വിഷമം പറഞ്ഞാൽ പോലും ആളുകൾ അതിനെ അയ്യോ ഇതിനിപ്പോ എന്താ ഇത്ര പറയാന്, ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഇമോഷണൽ അബ്യൂസിന്റെ ഒരു ഏരിയയിൽ നമ്മൾ ഈ റെഡ് ഫ്ലാഗും ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാവി ഡിസൈഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാ? അപ്പം ഇമോഷണൽ അബ്യൂസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, ഒരു ആൾക്ക് അപ്പുറത്തുള്ള വ്യക്തിയുടെ അടുത്ത് അയാളുടെ ഇമോഷൻസ് ജെന്യുവൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു, നമ്മൾക്ക് ഹാപ്പി ആയിട്ടോ സേഫ് ആയിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ സേഫ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു ആ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂരിറ്റി, സേഫ്റ്റി ഫീൽ ചെയ്യാതിരിക്കുക, എപ്പോഴും ഒരു ഭയം, എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പോലും അപ്പുറത്തുള്ള റിയാക്ഷൻ എന്താവും എന്നോർത്തിട്ടുള്ള ഒരു ഫിയർ ഉണ്ടാവുക, ഇതൊക്കെ ഇമോഷണൽ അബ്യൂസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിന്റെ അടുത്ത് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. അബ്യൂസ് ഉണ്ടാവുകയാണ്, എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതെന്നെ ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, ഡിഫിക്കൾട്ടാണ് എനിക്കിത്
മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. അവിടെ അപ്പുറത്തുള്ള ആളത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരുമിച്ച് നമുക്കൊരു തെറാപ്പിയോ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഒരു കോൺവെർസേഷനിലൂടെ ഓപ്പൺ ഡിസ്കഷനിലൂടെ അത് മുന്നോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവാം. ഇനി അതല്ല അടുത്തൊരു സ്റ്റേജിലേക്ക് തെറാപ്പിയോ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെയോ ആരുടെയോ ആവട്ടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് സപ്പോർട്ട് സിക്ക് ചെയ്യാം. അതല്ല അതിന്റെയും അടുത്ത സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അത് ഇങ്ങനെ ടോളറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് കുറച്ചും കൂടെ ആൾക്കാർ അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ബാക്കി നമ്മളിപ്പോ കൊളീഗ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സ്പേസിൽ നിന്ന് മാറി നിൽക്കാൻ കുറച്ചും കൂടെ പറ്റാറുണ്ട്. പക്ഷെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പാർട്ട്ണർഷിപ്പിലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ പെട്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഈ പല റിലേഷനിലും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പല റിലേഷനിലും നമുക്ക് ടോക്സിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും കൂടെ നമുക്ക് അതിന് വേണമെങ്കിൽ മാറി നിൽക്കാം. പക്ഷെ ഒരു തരത്തിൽ മാറി നിൽക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പാണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും എപ്പോഴാണ് നമുക്കൊരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് പറയാൻ പറ്റുക? ഓക്കെ, അപ്പം പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പില് ശരിക്കും ഒരു പാരന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി തരുന്നത് ഒരു കുട്ടീനെ നർച്ചർ ചെയ്യുക, വളർത്തിക്കൊണ്ട് വരുമ്പം എല്ലാ വാല്യൂസും കൊടുത്ത് ആ കുട്ടീനെ നർച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പില് പാരന്റ് കുട്ടീനെ നർച്ചർ ചെയ്യുന്നതിന് പകരം ആ കുട്ടീനെ ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ഡ്രെയിൻ ചെയ്യിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടീനെ ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ ഹാം ചെയ്യുമ്പോൾ ആണ് അതൊരു ടോക്സിക് സ്പേസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇപ്പോ ഒരു കുട്ടിക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിയർ ഉണ്ടാവുക, ആ ഒരു സ്പേസ് ഇല്ലാത്ത ഫീൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കറേജിയസ് ആയിട്ട് ആ കുട്ടിക്ക് മുന്നോട്ട് പോവാൻ പറ്റാതിരിക്കുക, കോൺഫിഡൻസ് കളയുന്ന രീതിക്കുള്ള ഷെയ്മിങ് പലതരത്തിലുള്ളതാവാം, കുട്ടീനെ ഷെയിം ചെയ്യുക, കമ്പയർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് ബിഹേവ് ചെയ്യുക, ഇതൊക്കെ ടോക്സിക് പാരന്റിങ്ങിന്റെ അണ്ടറിൽ പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കണ്ടീഷണൽ ലവ്, അതായത് അഫെക്ഷൻ കൊടുക്കുന്നത് ഞങ്ങൾ പറയുന്ന കാര്യം നീ ചെയ്താൽ മാത്രമാവുക, നമ്മൾ പറയുന്ന പോലെ കുട്ടി അനുസരിക്കുമ്പോൾ ഒബേ ചെയ്യുമ്പോൾ കുട്ടിക്ക് അഫെക്ഷൻ കൊടുക്കുക, അല്ലാത്തെങ്കിൽ കുട്ടീനെ ഡിനൈ ചെയ്ത് കളയുന്ന നേച്ചർ. പിന്നെ ഒരു പോർ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു പേഴ്സണൽ സ്പേസിനോ അല്ലെങ്കിൽ പ്രൈവസിക്കോ ഒന്നും ഒരു സ്പേസ് കൊടുക്കാതെ പോർ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ഒരു ടോക്സിക് സ്പേസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, കുട്ടി വളർന്നു വരുമ്പോൾ ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം, ഇമോഷൻസ് ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യാൻ ശ്രമിക്കാം, അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാം കുട്ടിക്ക് ഫ്യൂച്ചറിൽ. അപ്പം ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ആ കുട്ടി ചെറുപ്പത്തിൽ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിള് ആ കുട്ടീനെ ഫ്യൂച്ചറിൽ ഷേപ്പ് ചെയ്യുന്ന, ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നതിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഈയിടെയായി പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഡിവോഴ്സുകളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു. അതുപോലെ തന്നെ കൺവെൻഷൻ ആയിട്ടുള്ള അറേഞ്ച്ഡ് മാരേജസിന് പുതിയ തലമുറ തയ്യാറാവുന്നില്ല. അപ്പം ഇതിനെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ അമൃത എങ്ങനെയാണ് കാണുന്നത്? ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിവോഴ്സ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അത് ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ ഒരു ലൈഫ് ഫെയിലിയർ ആയിട്ട് കാണേണ്ട കാര്യമില്ല. റിലേഷൻഷിപ്പിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നുന്ന ഒരു പോയിന്റിൽ ആളുകൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻ എന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. പിന്നെ ഇപ്പോ നമ്മള് പഴയ കാലത്ത് മാരേജിനെ കുറച്ചും കൂടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, വംശവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് ഒരു സോഷ്യൽ കോൺട്രാക്ട് ആയിട്ടൊക്കെ മനുഷ്യന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ തലമുറ അതിനെ മനസ്സിലാക്കുന്നത് നല്ലൊരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട്, നമ്മളുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി, നമ്മളുടെ ഇമോഷണൽ വെൽബീയിങ് കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നല്ലൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക എന്നുള്ള രീതിക്കാണ്. അപ്പൊ അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിട്ട് വേണം അതിനെ കാണാൻ. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പോ സ്ത്രീകള് പഴയ കാലത്തെ അപേക്ഷിച്ച് പണ്ടായിരുന്നെങ്കിൽ അൺഹാപ്പി മാരേജസിൽ കൂടുതലും സ്ട്രഗിൾ ചെയ്ത് നിന്നിരുന്നത് സ്ത്രീകളായിരുന്നു. അത് സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്.
ഇപ്പോൾ സോഷ്യൽ പ്രഷർ ആവാം, കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർബന്ധങ്ങളാവാം. പലരും അതിനെ ഒരു ബന്ധം വേർപിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മോശമായിട്ടും അപമാനമായിട്ടും ഒരു ദുരന്തമായിട്ടൊക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ഇപ്പം സ്ത്രീകൾ കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞ പോലെ എംപവേർഡ് ആയപ്പം അവർക്ക് ഒരു കാര്യവുമില്ലാതെ ഒരു ടോക്സിക് സ്പേസിലോ അതല്ലാന്നുണ്ടെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലോ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ചും കൂടെ ഈ അൺനെസസറി ആയിട്ടുള്ള കൺട്രോളിങ്ങിനെ ഒക്കെ സഹിക്കേണ്ടതിന്റെ ആവശ്യമില്ലാതെ വന്നു. ഇൻഡിപെൻഡന്റ് ആണ് കുറച്ചും കൂടെ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിട്ട് അതിനെ കണ്ടാൽ മതി. ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുമ്പം അത് സക്സസ് ആവുന്നില്ല, നമ്മൾ തമ്മിൽ ചേർന്ന് പോയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമകളിൽ കാണുന്ന പോലെ അടിച്ചു പിരിയാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി പോകാനും മനുഷ്യന് പറ്റും. മുമ്പത്തെക്കാളൊക്കെ കൂടുതലായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ, അതായത് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾ, അവരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് ഇതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ അല്ല ആ പേഴ്സന്റെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലമോ ഒക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേണ്ടത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യം ആ കണ്ടീഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലേൺ ചെയ്യാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളൊരു സേവിയർ ആവാതെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കെയർ എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ അപ്പ് ചെയ്യുക. ഇൻ കേസ് ഒരു വയലൻസ് എന്നുള്ള രീതിയിലേക്കൊക്കെ, അത് ഡിസോർഡറിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ റിലേഷൻഷിപ്പിൽ വയലൻസ് എന്നുള്ള രീതിക്കൊക്കെ വരുവാണെങ്കിൽ എപ്പോഴാണ് എക്സിറ്റ് അടിക്കേണ്ടത്? വയലൻസ് വന്നാൽ അതൊരു എക്സിറ്റിനുള്ള പോയിന്റ് ആണ്. അപ്പൊ അത് എപ്പോഴാണ് എക്സിറ്റ് അടിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിക്ക് നിന്ന് വേണം നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ. അവിടെയും റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഫേസ് ചെയ്യുന്ന ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മെന്റൽ ഹെൽത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ അവരർഹിക്കുന്ന കമ്പാഷനും ഒരു ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തുടരാം. ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള രണ്ട് വ്യക്തികൾ എപ്പോഴും ഒരേപോലെ ജനിച്ചു വളർന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. അതായത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയ രണ്ട് എൻവയൺമെന്റിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണ് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്? ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് ഈ കോൺഫ്ലിക്റ്റുകളെ റിസോൾവ് ചെയ്യാന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അത് അപ്പുറത്ത് നിൽക്കുന്നത് ആരും ആയിക്കോട്ടെ, നമ്മളുടെ പേരന്റ് ആവാം, നമ്മളുടെ സ്പൗസ് ആവാം, അല്ലെങ്കിൽ കൊളീഗ് ആവാം, ഫ്രണ്ട് ആവാം, ആരും ആയിക്കോട്ടെ, നമ്മളൊരു ഇമോഷണൽ ഔട്ട് ബേഴ്സിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസ്പോൺസിന് നിൽക്കരുത്. നമ്മളൊന്ന് കാമാവാൻ ഒരു ടൈം കൊടുക്കുക. അപ്പം നമ്മളുടെ ഇമോഷൻസ് ചിലപ്പോൾ ദേഷ്യമാവാം, സങ്കടമാവാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനോ നല്ലൊരു സൊല്യൂഷനിൽ എത്താനോ ഒരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാനോ പറ്റിക്കൊള്ളണമെന്നില്ല. ഇമോഷന്റെ പുറത്തായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ആക്ട് വരാൻ സാധ്യത കൂടുതൽ. നമ്മളൊന്ന് കാമായ ശേഷം ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാം, വ്യക്തിനെ ടാർഗറ്റ് ചെയ്യാതെ. പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ് വേണ്ടത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഡിസ്കഷൻ. അല്ലാതെ വ്യക്തിനെ കുറ്റപ്പെടുത്താനോ ടാർഗറ്റ് ചെയ്യാനോ ഉള്ളതാവരുത്. കമ്മ്യൂണിക്കേഷൻ അസർട്ടീവ് ആയിരിക്കണം. അസർട്ടീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പറയുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് പറയാം. ചിലപ്പോൾ മറ്റൊരാളുടെ വ്യൂ പോയിന്റ് വേറെ ആയിരിക്കും. അയാൾ അങ്ങനെ ചെയ്തതിന് അയാൾക്ക് വേറൊരു റീസൺ കാണും. അപ്പോൾ അയാൾക്ക് അവിടെ അയാളുടെ റീസൺ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി അവിടെ ഉണ്ടാവും. മാത്രമല്ല നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവരും നമ്മളെ കുറച്ചും കൂടെ എമ്പതറ്റിക് ആയിട്ട് കാണും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഓപ്പൺ ആവും. അവരും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വില്ലിങ് ആവും. അപ്പുറത്തുള്ള ആൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുക, ആക്റ്റീവായിട്ട് അവരെ ലിസൺ ചെയ്യുക. പിന്നെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് എത്താൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. പകരം ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും ആവരുത്. മറ്റേയാളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലാതെ നിന്നെ വിഷമിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിക്ക് നമ്മൾ അപ്പുറത്തുള്ള ആളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇതൊക്കെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിലെ ഒരു എമ്പതി ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും അവസാനം നമ്മളുടെ ആ കമ്മ്യൂണിക്കേഷന്റെ എൻഡിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ലവ് ലാംഗ്വേജ് എന്താണോ, ചിലപ്പം ഒരാൾക്ക് ടച്ച് ആവാം, ഹഗ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളോട് വാക്കുകൾ കൊണ്ട് ഒരു ക്ഷമാപണം നടത്തുന്നതാവാം. എങ്ങനെയാണോ നമ്മുടെ ലവ് ലാംഗ്വേജ് അത് എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാം. ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ? ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി അയാളുടെ സ്നേഹം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. ചിലപ്പം അവരെ ഹഗ് ചെയ്യുന്നതാവാം, ടച്ച് ആവാം, അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് അഫിർമേഷൻ എന്ന് പറയും, വാക്കുകൾ കൊണ്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതാവാം. അങ്ങനെ ഏത് രീതിക്കാണെങ്കിലും നമ്മളുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു രീതിനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഭാഷ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ പലയിടത്തായിട്ട് നമ്മൾ ബൗണ്ടറിനെ പറ്റി പറഞ്ഞു. അപ്പൊ ബൗണ്ടറി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പൊതുവെ തോന്നുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഇതെന്തോ റിലേഷൻഷിപ്പിനെ തകർക്കാനുള്ളൊരു സാധനം പോലെ, അല്ലെങ്കിൽ നമുക്കൊരു മനുഷ്യനോട് ഒരു ഡിസ്റ്റന്റ് വെക്കുന്നതാണ്, ഡിസ്റ്റന്റ് ആവുന്നതാണ് ബൗണ്ടറി എന്നാണ് ആളുകൾക്ക് തോന്നാറുള്ളത് പൊതുവെ. ശരിക്കും എന്താണ് ബൗണ്ടറി? അതെങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ വർക്ക് ആവുന്നത്? റിലേഷൻഷിപ്പിൽ ബൗണ്ടറി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സേഫ് സ്പേസ് ആണ്. അപ്പോൾ ഓരോ ബന്ധവും അനുസരിച്ച് വ്യക്തികൾക്ക് നമ്മളിലേക്കുള്ള ആക്സസിന് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളുടെ ഒരു ഫിസിക്കൽ സ്പേസിലേക്ക് നമ്മളുടെ പാർട്ട്ണറിന് കടന്നു വരാവുന്ന അത്രയും ഒരു അടുത്തേക്കായിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ ഒരു കൊളീഗിന് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? ഇതുപോലെ നമ്മളുടെ ഇമോഷണൽ ആയാലും മെന്റൽ ആയാലും ഒക്കെ സ്പേസിലേക്ക് മറ്റുള്ളവർക്ക് കടന്നു വരാവുന്ന ഒരു അകലം എത്രത്തോളമാണ് എന്ന് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. അവിടെ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് കംഫർട്ടബിൾ, നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമുക്ക് ട്രിഗർ ചെയ്യിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ഓക്കെയാണ് എന്തൊക്കെ ഓക്കെ അല്ല എന്നെല്ലാം കുറച്ചും കൂടെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ബാരിയർ ഒന്നുമല്ല. നമ്മൾ പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുന്നത് ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ലേ ബൗണ്ടറി, ഒരു മതിലല്ലേ എന്നുള്ളതാണ്. ബൗണ്ടറി എന്ന് പറയുന്നത് ഞാൻ റിക്വസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ മറ്റൊരാളോട്, റിക്വസ്റ്റ് ആയിക്കോട്ടെ കമാൻഡ് ആയിക്കോട്ടെ, മറ്റൊരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. റിക്വസ്റ്റ് ആവാം, കമാൻഡ് ആവാം. പക്ഷെ ബൗണ്ടറി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ, ഞാനും ക്ഷമയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ സെറ്റ് ചെയ്യാണ് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെ ഡിസ്കസ് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം ക്ഷമ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാം, സോറി എനിക്ക് ആ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല, അതെന്റെ ബൗണ്ടറിയാണ്. അപ്പൊ ആ വിഷയം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ക്ഷമയുമായിട്ടുള്ള സൗഹൃദം ഞാൻ കളയേണ്ട ആവശ്യമില്ല. അപ്പം അതില് ക്ഷമ ഇനി ആ ഒരു ബൗണ്ടറി വയലേറ്റ് ചെയ്യാണ്, ആ വിഷയം തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ബോധർ ചെയ്യിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കംഫർട്ടബിൾ ആവുന്നില്ല, അവിടെ ആ സ്പേസിൽ എനിക്ക് തുടർന്ന് ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ആ സ്പേസിൽ ഇനി ഈ വിഷയം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഈ ഒരു വൈകുന്നേരത്തെ ചായ കൂടി ഉണ്ടാവില്ല കേട്ടോ എന്ന് ഒരു തവണ നമുക്ക് പറയാം. അതും നമുക്ക് പൊളൈറ്റ് ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയാം, വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അത് നമ്മൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസിക്വൻസ് കൂടി നമ്മൾ സെറ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം
സംസാരിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിനുശേഷവും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു കോൺസിക്വൻസ് സെറ്റ് ചെയ്യാം. വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ പോവില്ല കേട്ടോ, ഞാൻ വരില്ലേ എന്ന് പറയാം. അത്രയും ഭംഗിയായിട്ട് പറയാം, അവിടെ വഴക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ. അത് കോൺസിക്വൻസ് ആണ്. അപ്പം അത് എൻ്റെ ആക്ഷനാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. ക്ഷമയിൽ ഞാൻ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. എൻ്റെ ആക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് എൻ്റെ ഓട്ടോണമി ഞാൻ നിലനിർത്തുകയാണ്, എൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ നിലനിർത്തുകയാണ്, എന്നോടുള്ള റെസ്പെക്റ്റ് അവിടെ ഇല്ലാണ്ടാക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഈ ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ പറ്റും. റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കോൺഫിഡൻസോട് കൂടി ബിൽഡ് ചെയ്യാൻ ബൗണ്ടറീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ ഒരു റിലേഷൻഷിപ്പ് എത്ര ബ്യൂട്ടിഫുൾ ആൻഡ് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇപ്പം അമൃത പറഞ്ഞു. അപ്പം ഇതുപോലെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ബൗണ്ടറി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഉണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അതിൽ പലതും നമ്മളുടെ നേരത്തെ കോൺവെർസേഷനിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. എന്നാലും ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. റെസ്പെക്റ്റ്. ഉറപ്പായിട്ടും ഏതൊരു വ്യക്തിയാണ് നമ്മളുടെ അപ്പുറത്തുള്ളതെങ്കിലും, അതൊരു കുട്ടിയായിക്കോട്ടെ മുതിർന്ന ആളായിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്, അവരുടെ ഇൻഡിവിജ്വാലിറ്റീനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടിരിക്കുക, അസർട്ടീവായിരിക്കുക. അസർട്ടീവായെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ആളിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നമ്മളുടെ ഇമോഷൻ എന്ത് തന്നെയാണെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളുടെ മനസ്സിൽ എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ആ റിലേഷൻഷിപ്പിനെ, ബോണ്ടിനെ കുറച്ചും കൂടെ ഭംഗിയാക്കി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഫെക്ഷനേറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലവ് ലാംഗ്വേജ് ഏതാണോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കുറച്ചും കൂടെ എക്സ്പ്രസീവായിട്ട് ബിഹേവ് ചെയ്യാം. നമ്മുടെ വാക്കുകളുണ്ടാവാം, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിക്കാവും. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. റിലേഷൻഷിപ്പിൽ ആളുകളെ തെറ്റുകൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ആളുകൾ മുതിരാറുണ്ട്. പക്ഷെ പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സൈഡ്, അതുപോലെ നമുക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ അപ്പോളജൈസ് ചെയ്യുന്ന സൈഡ് ഒക്കെ വീക്കായിട്ട് കുറേ പേര് കാണിക്കാറുണ്ട്. അതും റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തെറ്റുകൾ പറ്റിയാൽ അത് അപ്പുറത്തുള്ള ആളുടെ അടുത്ത് ഒരു ക്ഷമാപണം നടത്തുന്നത് പോലും ആ വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും ബോണ്ടും മെച്ചപ്പെടുത്തുന്നതിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എമ്പതറ്റിക് ആയിട്ട് അപ്പുറത്തുള്ള ആളോട് സംസാരിക്കുക, അവരുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കേൾക്കുക, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. പിന്നെ നമ്മളുടെ ഷെയർഡ് വാല്യൂസ്, റിലേഷൻഷിപ്പിലുള്ള ഷെയർഡ് വാല്യൂസ് കുറച്ചുകൂടെ സിമിലർ ആയിട്ടിരിക്കുമ്പോൾ ബോണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് കാണാറുണ്ട്. ഇപ്പം ലൈഫിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ വ്യൂ എന്താണ് എന്നുള്ളത്, നമ്മളുടെ പ്രയോറിറ്റീസ്, നമ്മളുടെ ഷെയർഡ് ഗോൾസ് എന്താണ് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ തമ്മിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിലുള്ള വ്യക്തികൾ തമ്മിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുമ്പോൾ അത് നല്ലതായിരിക്കും. റിലേഷൻഷിപ്പിനെ പോസിറ്റീവായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. നമുക്ക് രണ്ട് രീതിക്ക് ഒരു കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാം. നമ്മളുടെ ദേഷ്യവും ഇഷ്ടക്കേടും എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തീർത്ത് ആ വ്യക്തിനെ നമുക്കങ്ങ് സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് പോവാം. അതല്ലാത്ത പക്ഷം വളരെ വ്യക്തമായി ഇരുന്ന് സമാധാനത്തോടെ സംസാരിച്ച് നമ്മളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. ഉറപ്പായിട്ടും ഡിസഗ്രിമെന്റ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ കോൺഫ്ലിക്ട്സ് വരുന്നത്. അപ്പൊ ഈ കോൺഫ്ലിക്ട്സിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫ്ലിക്ട്സ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കാനും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇത് ഒരുപാട് മനുഷ്യർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
കാരണം ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ആളുകൾ, അതുപോലെ എങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം എന്നറിയാതെ എന്നാൽ അതിന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.